റഷ്യ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റഷ്യ ഇത്രയും നാളും ഇറാനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ റഷ്യ നിബന്ധനകളോ പരസ്യ പ്രതികരണമോ പല കാര്യങ്ങളിലും നടത്തിയിട്ടില്ല. ഉദാഹരണത്തിന് ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യയ്ക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. ഇറാൻ ആ വിഷയത്തിലൊന്നും റഷ്യയുടെ പ്രതികരണത്തെ തടയാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. റഷ്യ ഈ സാഹചര്യത്തിൽ ഇടപെടാൻ മനഃപൂർവ്വം നിന്നില്ല എന്നുള്ളതാണ് അവരുടെ മര്യാദ. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടം അത് എങ്ങനെയും അവസാനിപ്പിക്കും, താൻ പ്രസിഡന്റായാൽ 2 ദിവസത്തിനുള്ളിൽ അത് സംസാരിച്ചെല്ലാം സെറ്റിൽ ചെയ്യുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ വാഗ്ദാനം കൊടുത്തത്. എന്നിട്ട് അലസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ എങ്ങും എവിടെയും എത്താതെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ വ്ളാഡിമിർ പുടിൻ വളരെ വ്യക്തമായി തന്നെ ഇറാനോട് റഷ്യയുടെ ചില കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏത് നിമിഷവും ഊർജ്ജ മേഖലകൾക്ക് പരിപൂർണമായ ആക്രമണം നേരിടാവുന്ന സാഹചര്യം ഇപ്പോഴും സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ പോലും ആക്രമണ പദ്ധതിയുമായി അമേരിക്ക ശ്രമം നടത്തി വരികയാണ്. അമേരിക്കയുടെ ഒരു അന്തർവാഹിനി ഇതിനോടകം തന്നെ ഇറാനിൻ്റെ കപ്പൽ മുക്കിയതും ഇറാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ആക്രമിക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തിയതിൻ്റെയും മുഴുവനായിട്ടുള്ള തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും GCC രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസുകളെ മുഴുവനായും തകർക്കുക, ഒരു രീതിയിലും അമേരിക്കയുടെ താവളങ്ങൾ GCC രാജ്യങ്ങളിൽ വേണ്ട എന്ന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അതിന് റഷ്യയുടെ പരിപൂർണമായ സഹായത്തിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത്. റഷ്യ GCC രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുകയാണ്. GCC രാജ്യങ്ങളുടെ ക്ഷേമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും റഷ്യ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നു. മാത്രമല്ല, ഓയിൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചൈനയുടെ ഔദ്യോഗിക കറൻസിയിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും നാളും US മുതൽക്കൂട്ടായി വച്ചിരുന്ന അവരുടെ വ്യാപാര മേഖലയിൽ റഷ്യയുടെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുകയാണ്. ചൈനയും റഷ്യയും ഒരുപോലെ തങ്ങൾ അനുഭവിച്ച യാതനകൾക്ക് എണ്ണി മറുപടി പറയാൻ കിട്ടിയിരിക്കുന്ന ഒരു സുവർണവസരമായി തന്നെ അതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് ചലിക്കുകയാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട അത്യാധുനിക മിസൈലുകൾ ഭൂഗർഭങ്ങളിൽ ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ റഷ്യ വളരെ വ്യക്തമായി പറയുന്നു, അമേരിക്ക എത്രയൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചാലും മനോവീര്യം ചോർത്താൻ കഴിയില്ല എന്ന താക്കീത് US-ന് വീണ്ടും കൊടുക്കുകയാണ്. കാരണം US-ന്റെ നെറുകേട് നന്നായി അറിയുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും. അവർ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയും വളഞ്ഞ വഴിയിലൂടെ യുദ്ധം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നെറികെട്ടവന്മാരായതുകൊണ്ടാണ് റഷ്യയ്ക്ക് ഇങ്ങനെ നിലപാട് കടുപ്പിക്കേണ്ടി വരുന്നത്.